Welcome to Lash Class. BA English 3rd semester Language in Action How close are we to a climate change tipping point എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് എ ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിന്റ്? എന്താണ് ഈ ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? A climate tipping point is a critical threshold in the Earth's environmental systems. നമ്മുടെ ഭൂമിയുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഘടകങ്ങളിലെ ഒരു ത്രെഷോൾഡിനെയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ടിപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 37 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രി 45 ഡിഗ്രി എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ നമുക്ക് അപകടകരമായിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഈ ടിപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. Crossing them can trigger cascading irreversible shifts in the climate. അപ്പോൾ ഈ ഒരു പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ കാസ്കേഡിങ് അല്ലെങ്കിൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കും. അത് ഇറിവേഴ്സിബിൾ ആയിരിക്കും. പിന്നീട് നമുക്ക് പഴയൊരു സ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, the melting of the Arctic ice sheets can alter sea temperature and disrupt monsoon patterns. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്, ഇപ്പോൾ ഈ ആർട്ടിക് ഐസ് ഷീറ്റ് അല്ലെങ്കിൽ ഈ മഞ്ഞുപാളികളൊക്കെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ട് ഉരുകി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മഞ്ഞുരുകിയ വെള്ളമെല്ലാം തന്നെ കടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ കടലിലെ ടെമ്പറേച്ചർ കുറയുന്നതിന് അത് കാരണമാകും. കടലിലെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്, കടലിലെ വെള്ളം നീരാവിയായിട്ടാണ് മഴ പെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ കടലിലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഈ മഴ പെയ്യുന്നതിൽ കുറവുണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന ഓരോ ക്രിട്ടിക്കൽ പോയിന്റുകളെയാണ് നമ്മൾ ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. Who are the key experts mentioned in the session? ഇനി ഈ സെഷനിൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന പ്രധാന എക്സ്പേർട്സ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ദ സെഷൻ ഫീച്ചേർഡ് ഡോക്ടർ ഹ്യൂസിങ് ലീ, ചെയർ ഓഫ് ദി IPCC, ഡോക്ടർ യോഹാൻ റോക്സ്ട്രോം, ഡയറക്ടർ ഓഫ് ദി പോസ്റ്റ്ഡാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ഇമ്പാക്ട് റിസർച്ച്. പ്രധാനമായിട്ടും 2 സയൻറ്റിസ്റ്റുകളാണ് ഈ ഡിസ്കഷനകത്ത് പങ്കെടുക്കുന്നത്. ഡോക്ടർ ഹ്യൂസിങ് ലീ IPCC അഥവാ ഇന്റർ ഗവൺമെൻറ് പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ചെയറാണ്. അതുപോലെ തന്നെ യോഹാൻ റോക്സ്ട്രോം എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ഇമ്പാക്റ്റുമായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലുള്ള സയൻറ്റിസ്റ്റാണ്. ദേ പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഫ്രം സയൻസ്, ഗവേണൻസ് ആൻഡ് എക്കണോമിക്സ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വ്യത്യസ്ത വീക്ഷണങ്ങളിലുള്ള പോയിന്റുകൾ അവർ അവതരിപ്പിക്കുന്നു. ഹൗ ഡു ടിപ്പിംഗ് പോയിന്റ്സ് ഡിഫർ ഫ്രം ലീനിയർ ക്ലൈമറ്റ് ചേഞ്ചസ്? ഇനി ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് നമ്മൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നൊരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റും എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ലീനിയർ ക്ലൈമറ്റ് ചേഞ്ചസ് ആർ ഗ്രാജുവൽ ആൻഡ് പ്രെഡിക്റ്റബിൾ, സച്ച് ആസ് ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ സാധാരണ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് പ്രിഡിക്റ്റബിൾ ആണ്, അതുപോലെ തന്നെ ഗ്രാജുവൽ ആണ്. അത് വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എക്സാമ്പിളായിട്ട് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ ഉയർന്നുകൊണ്ട് വരുന്നത് ഇങ്ങനെ ക്രമേണ കുറേശ്ശെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ദേ ക്യാൻ ബി കൺട്രോൾഡ് ആൻഡ് റിവേഴ്സ്ഡ് വിത്ത് അപ്രോപ്രിയേറ്റ് ആക്ഷൻ. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അത് റിവേഴ്സ് ചെയ്യാനും പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊക്കെ സാധിക്കും. Tipping points, however, are thresholds that lead to sudden self-perpetuating and irreversible changes. എന്നാൽ ടിപ്പിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ പതുക്കെയുള്ള മാറ്റങ്ങളല്ല, പെട്ടെന്ന് ഒരു ചെയിൻ റിയാക്ഷൻ പോലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അത് ഇറിവേഴ്സിബിൾ ആണ്. പിന്നീട് നമുക്ക് പഴയ അവസ്ഥയിലേക്ക് ഈ ക്ലൈമറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ടിപ്പിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുന്നത്. നെയിം 1 എക്സാമ്പിൾ ഓഫ് എ ടിപ്പിംഗ് എലിമെൻറ്റ് ഡിസ്കസ്ഡ് ഇൻ ദ സെഷൻ. ഇനി ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിന്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ചോദിക്കുന്നത്. 1 എക്സാമ്പിൾ ഓഫ് എ ടിപ്പിംഗ് എലിമെൻറ്റ് ഈസ് ദ ഗ്രീൻ ലാൻഡ് ഐസ് ഷീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ആർട്ടിക്, അന്റാർട്ടിക്കയിലുള്ള ഈ ഐസ് ഷീറ്റാണ് അല്ലെങ്കിൽ മഞ്ഞുപാളികളാണ് നമുക്കതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാവുന്നത്. ഇറ്റ്സ് റാപ്പിഡ് മെൽറ്റിംഗ് അഫക്ട്സ് ഓഷ്യൻ കറൻസ് ആൻഡ് സീ ടെമ്പറേച്ചർ, വിച്ച് ഇൻ ടേൺ ഡിസ്റപ്റ്റ്സ് മൺസൂൺ സിസ്റ്റംസ് ആൻഡ് ലീഡ്സ് ടു ദ ലോസ് ഓഫ് റെയിൻ ഫോറസ്റ്റ്.
അപ്പോൾ ഐസ് ഷീറ്റ് നമ്മുടെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഉരുകി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ മഞ്ഞുരുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒരുപാട് കടലിലേക്ക് ഒഴുകി ചെല്ലുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ കടലിലെ ഒഴുക്കിനെ അത് ബാധിക്കും, അതുപോലെ തന്നെ കടലിലെ ടെമ്പറേച്ചറിനെ ബാധിക്കും. അപ്പോൾ കടലിലെ ടെമ്പറേച്ചറിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ മഴയുടെ അളവിൽ മാറ്റം ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അങ്ങനെ മഴയുടെ അളവിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ കൂടുതൽ വരൾച്ചയിലേക്കും അതുപോലെ തന്നെ വനങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ നയിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഒരു ചേഞ്ച് കാരണമാവുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. What does the term cascading effect refer to in the context of climate tipping points? ഇനി ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിന്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസ്കേഡിംഗ് എഫക്റ്റ് എന്നൊരു ടേം പറയുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? Cascading effects refer to how one tipping point can trigger or accelerate another, like a chain reaction. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ടിപ്പിംഗ് പോയിന്റിൻ്റെ എക്സാമ്പിളിൽ പറഞ്ഞു, ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ഇത് സംഭവിക്കുന്നത്. ഒരു കാര്യം മറ്റൊന്നിന് കാരണമാകുന്നു. അത്തരത്തിൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ നടക്കുന്നതിനെയാണ് കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ഗ്രീൻലാൻഡ്സ് ഐസ് ഷീറ്റ് മെൽറ്റിംഗ് വീക്കൻസ് ഓഷ്യൻ സർക്കുലേഷൻ വിച്ച് റിഡ്യൂസസ് റെയിൻഫോൾ ആൻഡ് ത്രെറ്റൻസ് ദി ആമസോൺ റെയിൻ ഫോറസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. മഞ്ഞുപാളികൾ ഉരുകുന്ന സമയത്ത് അത് കടലിലെ ഒഴുക്കിനെയും കടലിലെ ടെമ്പറേച്ചറിനെയും ബാധിക്കുന്നു. അത് മഴ കുറയുന്നതിന് കാരണമാകുന്നു. അത്തരത്തിലൊരു ചെയിൻ റിയാക്ഷൻ പോലെ പോകുന്നു. അത്തരത്തിലുള്ള റിയാക്ഷനെയാണ് നമ്മൾ കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. Which regions ice sheet might have already begun to collapse? ഇനി ഏത് പ്രദേശത്തെ മഞ്ഞുപാളികളാണ് ഇപ്പോൾ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞു പോയിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ് ഇങ്ങനെ തകർന്നു പോകുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ 4-5 ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരു ആൻസർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആൻസേഴ്സും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. ദ ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ് മേ ഓൾറെഡി ബി അണ്ടർഗോയിങ് ഇറിവേഴ്സിബിൾ മെൽറ്റിംഗ്. സയൻറ്റിസ്റ്റ് വാൺ ദാറ്റ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഫാസ്റ്റർ ദാൻ പ്രീവിയസ്ലി പ്രിഡിക്റ്റഡ്. അപ്പോൾ ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റാണ് ഇപ്പോൾ അങ്ങനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സയൻറ്റിസ്റ്റുകൾ വിചാരിച്ചതിനേക്കാളും വേഗത്തിലാണ് നടക്കുന്നതെന്ന് പറയുന്നു. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അറ്റ്ലാന്റിക് മെറീഡിയണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ? ഇനി AMOC എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. ദി അറ്റ്ലാന്റിക് മെറീഡിയണൽ ഓവർടേണിംഗ് സർക്കുലേഷൻ ഇസ് എ വൈറ്റൽ ഓഷ്യൻ കറന്റ് ദാറ്റ് റെഗുലേറ്റ്സ് ഗ്ലോബൽ ക്ലൈമറ്റ് ബൈ മൂവിങ് ഹീറ്റ് ബിറ്റ്വീൻ ഓഷ്യൻസ്. AMOC എന്ന് പറയുന്നത് ഈ കടലുകൾ തമ്മിലുള്ള ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു കടലിൽ നിന്ന് മറ്റൊരു കടലിലേക്കുള്ള ഈ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിനെയാണ് പറയുന്നത്. ഇതിലൂടെയാണ് ഈ കടലിലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ്സ് സ്ലോ ഡൗൺ ക്യാൻ ഡിസ്റപ്റ്റ് മൺസൂൺസ് ആൻഡ് വെതർ സിസ്റ്റംസ്. അപ്പോൾ ഇതിൽ എഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൺസൂണിനെ അല്ലെങ്കിൽ മഴയെയാണ് ബാധിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ദി IPCC's റിസർച്ച് ഓൺ ടിപ്പിംഗ് പോയിന്റ്സ്? ഇനി IPCC നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അവരുടെ ടിപ്പിംഗ് പോയിന്റ് റിസർച്ചിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? The primary goal of the IPCC research on tipping points is to identify climate change thresholds and warn policy makers of risk before these thresholds are crossed. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ക്ലൈമറ്റിലെ ടിപ്പിംഗ് പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും ആ ത്രെഷോൾഡ്സ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് പോളിസി മേക്കേഴ്സിനെയും ഗവൺമെൻറ്റുകളെയൊക്കെ വാൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റിസർച്ചിൻ്റെ പ്രധാന ഉദ്ദേശമായിട്ട് വരുന്നത്. How can society reach a social tipping point regarding climate action? ഇനി ക്ലൈമറ്റ് ചേഞ്ച് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരു സോഷ്യൽ ടിപ്പിംഗ് പോയിന്റ് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഈ സെഷനിൽ പറയുന്നത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? A social tipping point occurs when there is widespread public awareness regarding the seriousness of climate change. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ചിട്ട് ഒരു വ്യാപകമായിട്ടുള്ള പബ്ലിക് അവയർനെസ് ഉണ്ടാവുന്ന സിറ്റുവേഷനാണ് നമ്മൾ സോഷ്യൽ ടിപ്പിംഗ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണഗതിക്ക് പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് നമ്മൾ എന്തെങ്കിലും ചെടി നടുകയോ അല്ലെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയോ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. അതിനുശേഷം പിന്നീട് നമ്മൾ ആ വിഷയം വിട്ടുപോകുന്ന സാഹചര്യമൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നുകൊണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സീരിയസ്നെസ് ആളുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് ഈ ഒരു സോഷ്യൽ ടിപ്പിംഗ് പോയിന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മേക്കിംഗ് സസ്റ്റൈനബിൾ ബിഹേവിയേഴ്സ് ആൻഡ് പോളിസീസ് സോഷ്യൽ നോം. അപ്പോൾ ആളുകളുടെ പെരുമാറ്റത്തിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ പെരുമാറ്റത്തിലും പോളിസിയിലുമെല്ലാം ആ ഒരു അവയർനെസ്സോട് കൂടിയിട്ട് പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ടാണ് ഈ സോഷ്യൽ ടിപ്പിംഗ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. What is the role of storytelling and communication in conveying climate science? ഇനി ഈ ക്ലൈമറ്റ് സയൻസ് പൊതുജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിക്കുന്നത്.
Scientific data and reports may be less appealing to the public as they are often complex. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ സയൻറ്റിഫിക് ഡാറ്റ റിപ്പോർട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും പൊതുജനങ്ങൾക്ക് മനസ്സിലാവുകയോ അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. സ്റ്റോറി ടെല്ലിംഗ് ഹെൽപ്സ് കൺവേ ക്ലൈമറ്റ് സയൻസ് ത്രൂ നരേറ്റീവ്സ് പീപ്പിൾ ക്യാൻ റിലേറ്റ് ടു ഇമോഷണലി ആൻഡ് കൾച്ചറലി. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് കലയിലൂടെയും സാഹിത്യത്തിലൂടെയും എല്ലാം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ആളുകൾക്ക് ഇമോഷണലി ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സയൻറ്റിഫിക് ഡാറ്റയും റിപ്പോർട്ടുകളും മാത്രം വെച്ചുകൊണ്ട് ഈ പൊതുജനങ്ങൾക്കകത്ത് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ സ്റ്റോറി ടെല്ലിംഗ് കൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, explain the interaction between different climate tipping elements and their potential cascading effects on the environment. Provide specific examples mentioned in the session. ഇനി ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിൻറ്റ്സിൻ്റെ കാസ്കേഡിംഗ് എഫക്ട്സ് അല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഈ സെഷനിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ പറയുന്നു. Climate tipping elements such as ice sheets, ocean currents and rainforests are interconnected systems that influence one another. അപ്പോൾ ക്ലൈമറ്റ് ടിപ്പിംഗ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിലെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘടകങ്ങളാണ്. അത് ഈ മഞ്ഞുപാളികൾ, അതുപോലെ തന്നെ മഴക്കാടുകൾ, കടൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടും. ഇവയെല്ലാം തന്നെ ഇൻ്റർ കണക്റ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് പരസ്പരം സ്വാധീനിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. When one tipping point crosses its threshold, it can trigger changes in another. അപ്പോൾ ഒരു എലമെൻറ്റിനകത്ത് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് മറ്റ് എലമെൻറ്റ്സിലും ചേഞ്ച് ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. ഇറ്റ് വിൽ ക്രിയേറ്റ് എ ചെയിൻ റിയാക്ഷൻ നോൺ ആസ് കാസ്കേഡിംഗ് എഫക്ട്സ്. അത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പ്രവർത്തിക്കുന്നു. അതിനെയാണ് നമ്മൾ കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. For instance, rapid melting of Greenland ice sheet releases cold fresh water into the North Atlantic. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ് അല്ലെങ്കിൽ മഞ്ഞുപാളികൾ നമ്മുടെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ട് ഉരുകി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് കടലിലേക്ക് തണുത്ത വെള്ളം പോകുന്നതിന് കാരണമാകുന്നു. This we can see Atlantic meridional overturning circulation which results in sea temperature changes. അത് കടലുകൾ തമ്മിലുള്ള ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ സ്വാധീനിക്കുകയും പൊതുവിൽ കടലിലെ ടെമ്പറേച്ചറിനകത്ത് മാറ്റം വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. This in turn shifts monsoon systems further south. അപ്പോൾ ഈ കടലിലെ ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാവുന്നത് മൺസൂണിനെ അല്ലെങ്കിൽ മഴയുടെ അളവിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. റിഡ്യൂസ്ഡ് മൺസൂൺ റെയിൻഫോൾ ലീഡ്സ് ടു ലോസ് ഓഫ് റെയിൻ ഫോറസ്റ്റ്. അങ്ങനെ മഴ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ മഴക്കാടുകൾ നശിച്ചു പോകുന്നതിനും വനനശീകരണത്തിനുമെല്ലാം കാരണമാകുന്നു. ദസ് ക്ലൈമറ്റ് ടിപ്പിംഗ് എലിമെൻറ്റ്സ് ഇൻട്രാക്ട് ഇൻ വേസ് ദാറ്റ് പ്രൊഡ്യൂസ് ഇറിവേഴ്സിബിൾ എഫക്ട്സ്. അപ്പോൾ ഇത്തരത്തിലാണ് ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിൻറ്റ്സ് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പ്രവർത്തിക്കുന്നത്. Discuss the importance of understanding tipping points in the context of climate policy. How should policy makers approach these thresholds to mitigate risks? ഇനി നമ്മുടെ ക്ലൈമറ്റ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ടിപ്പിംഗ് പോയിൻറ്റ്സ് മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്, പോളിസി മേക്കേഴ്സ് അതായത് ഗവൺമെൻറ് മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. Understanding the science of tipping points is important for the formulation of effective policies. അപ്പോൾ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള പോളിസീസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടിപ്പിംഗ് പോയിൻ്റ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. Recognizing tipping points helps policy makers identify vulnerable elements that need protection. അപ്പോൾ നമ്മുടെ പരിസ്ഥിതിക്കകത്ത് ഏതെല്ലാം ഘടകങ്ങളാണ് ഇതുപോലെ ടിപ്പിംഗ് പോയിൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെയിൻ റിയാക്ഷന് കാരണമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്, അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന രീതിയിലേക്ക് പോളിസീസൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സഹായിക്കും. These thresholds are irreversible. Therefore, the approach to mitigate the risks should be precautionary. ഇനി ഈ ടിപ്പിംഗ് പോയിൻറ്റ്സ് എല്ലാം തന്നെ ഇറിവേഴ്സിബിൾ ആണ്. അതായത് ഒരു തവണ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രിക്കോഷണറി ആയിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളത് തടയുന്ന രീതിയിലുള്ള നയങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്.
ക്ലൈമറ്റ് പോളിസീസ് ഷുഡ് ഫോക്കസ് ഓൺ റിഡ്യൂസിങ് കാർബൺ എമിഷൻസ് റാപ്പിഡ്ലി. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതിക്ക് പ്രധാനമായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കാർബൺ എമിഷൻസ് ആണ്. അപ്പോൾ അതെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ദ ഷുഡ് ഓൾസോ പ്രൊമോട്ട് ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ എനർജി. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ സസ്റ്റൈനബിൾ എനർജി നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യണം. അതായത് ഫോസിൽ ഫ്യൂവലിൽ അല്ലെങ്കിൽ പെട്രോൾ ഡീസലിൽ ഓടുന്ന വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ മലിനീകരണം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഗ്രീൻ ആയിട്ടുള്ള മലിനീകരണം ഇല്ലാത്ത രീതിയിലുള്ള എനർജീസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നയങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ടിപ്പിംഗ് പോയിൻറ്റ്സ് അഫക്റ്റ് മൾട്ടിപ്പിൾ റീജിയൻസ് സൈമൾട്ടേനിയസ്ലി. ഇതുകൂടാതെ ടിപ്പിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് മാത്രം നടക്കുന്ന കാര്യമല്ല. നമുക്കറിയാം അന്റാർട്ടിക്കയിലോ അല്ലെങ്കിൽ ആർട്ടിക്കയിലോ ഉള്ള ഈ മഞ്ഞുപാളികൾ ഉരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴയിലായിരിക്കും ഒരുപക്ഷെ കുറവുണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ അത് പല പ്രദേശങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ദെർഫോർ ഗ്ലോബൽ കോഓപ്പറേഷൻ ഈസ് എസെൻഷ്യൽ. അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വേണം ഈ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ. അണ്ടർസ്റ്റാൻഡിങ് ദ സയൻസ് ഓഫ് ടിപ്പിംഗ് പോയിന്റ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സച്ച് എ റാഡിക്കൽ ചേഞ്ച് ഇൻ അവർ അപ്രോച്ച്. അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങൾ ഇതുപോലെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിനും നമ്മുടെ പോളിസികളിലെല്ലാം ഇതുപോലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും എല്ലാം വേണ്ടി ഈ ടിപ്പിംഗ് പോയിന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. Evaluate the confidence among scientists regarding the predictability of tipping points. How does this influence our understanding of climate change? ഇനി ടിപ്പിംഗ് പോയിൻറ്റ്സ് പ്രിഡിക്റ്റ് ചെയ്യുന്നതിൽ സയൻറ്റിസ്റ്റ് എത്രമാത്രം കോൺഫിഡൻ്റ് ആണ്, ഇത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിങ്ങിനെ കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? സയൻറ്റിസ്റ്റ് അക്നോളജ് ദാറ്റ് while tipping points are real, their exact thresholds remain uncertain. അപ്പോൾ ടിപ്പിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ത്രെഷോൾഡ് പ്രിഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അൺസേർട്ടൺ ആണെന്ന് സയൻറ്റിസ്റ്റ് പറയുന്നു. അതായത് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള മാറ്റം ഉണ്ടാകുമ്പോഴാണ് ഈ ചെയിൻ റിയാക്ഷന് സ്റ്റാർട്ടിങ് ആവുക എന്നുള്ള രീതിയിൽ അത് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് സയൻറ്റിസ്റ്റ് ഇവിടെ പറയുന്നു. ദിസ് ഇൻഫ്ലുവൻസസ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സിഗ്നിഫിക്കൻ്റ്ലി. അപ്പോൾ ഈ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നുണ്ട്. ടിപ്പിംഗ് പോയിൻറ്റ്സ് ഇൻ്ററാക്ട് വിത്ത് ഈച്ച് അതർ ഇൻ കോംപ്ലക്സ് വേസ്. ദെർഫോർ പ്രിഡിക്റ്റിംഗ് ത്രെഷോൾഡ്സ് ഈസ് ഡിഫിക്കൽട്ട്. ഇനി ടിപ്പിംഗ് പോയിൻറ്റ്സ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഇവയെല്ലാം തന്നെ പരസ്പരം ഇൻ്ററാക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടെമ്പറേച്ചർ ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആയാലാണ് അത് ടിപ്പിംഗ് പോയിൻ്റ് ക്രോസ് ചെയ്യുക എന്ന് നമ്മൾ പറയണമെങ്കിൽ നിലവിൽ നമ്മുടെ ഭൂമിയിൽ എത്രമാത്രം മരങ്ങളുണ്ട് എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ടെമ്പറേച്ചർ എത്ര വരെ കൂടാമെന്നത് നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഈ മരങ്ങളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ കാടിൻ്റെ അളവിലും എല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഐസ് ഷീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് എലമെൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓരോന്നിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. However, this uncertainty only adds the urgency of the situation. പക്ഷേ നമുക്കിത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു വിഷയത്തിൻ്റെ സീരിയസ്നെസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Generally, climate change is viewed as a slow process, but the concept of tipping points changes this understanding. സാധാരണഗതിക്ക് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് ഒരു സ്ലോ പ്രോസസ്സാണ്, ഇങ്ങനെ സാവധാനത്തിൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. എന്നാൽ ടിപ്പിംഗ് പോയിൻറ്റ്സും ഈ ചെയിൻ റിയാക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റും ഇത്തരത്തിലുള്ള നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാറ്റം വരുത്തുന്നു. The uncertainty in predicting them demands that the climate action be precautionary. അപ്പോൾ ഇത്തരത്തിൽ ഈ അൺസർട്ടനിറ്റി ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് ഏത് നിമിഷത്തിലാണ് സംഭവിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പ്രിക്കോഷൻസ് നമ്മൾ ആരംഭിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ വിഷയം കൊണ്ടുവരുന്ന മാറ്റം. Reflect on the potential dual futures presented in the session. What factors will determine which path humanity takes concerning climate action? ഇനി നമ്മുടെ ഭൂമിയുടെ ഭാവിയെ സംബന്ധിച്ചിട്ട് രണ്ട് തരത്തിലുള്ള സാധ്യതകളാണുള്ളത് എന്ന രീതിയിൽ ഈ സെഷനിൽ പറയുന്നു. ഒരു ഡാർക്ക് ഫ്യൂച്ചറും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറും. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിനെ സ്വാധീനിക്കുന്നതായിട്ട് പറയുന്നത്?
The session presented two contrasting futures depending on humanity's choices regarding climate action. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഭാവിയാണ് നമുക്കുള്ളത് എന്ന് ഈ സെഷനിൽ പറയുന്നു. അവർ ഫ്യൂച്ചർ കുഡ് ബി ഏതർ ഡാർക്ക് ഓർ ബ്രൈറ്റ് ഡിപ്പെൻഡിങ് ഓൺ അവർ ആക്ഷൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നതിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചർ ഒന്നുകിൽ ഡാർക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിരിക്കാം എന്ന് പറയുന്നു. The determining factors include carbon emission reductions, global cooperation and cultural transformation toward sustainability. അതിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമായിട്ടും കാർബൺ എമിഷൻ റിഡക്ഷൻ ആണ്. അതായത് ഒരുപാട് കാർബൺ അതുപോലെ പരിസ്ഥിതി മലിനീകരണമെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം എത്രമാത്രം കുറവ് വരുത്താൻ സാധിക്കും, ഈ വിഷയങ്ങളിൽ വ്യത്യസ്ത ലോകരാജ്യങ്ങൾ ഒരുമിച്ച് സഹകരിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുമോ, അതുപോലെ തന്നെ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഈ ഗ്രീൻ എനർജിയും സസ്റ്റൈനബിൾ എനർജിയും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ആളുകളുടെ കൾച്ചറിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഏത് ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പോവുക എന്നതിനെ സ്വാധീനിക്കുന്നത്. In the dark future, inaction leads to extreme heat, food scarcity, disease and mass displacement. ഇനി നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഡാർക്ക് ഫ്യൂച്ചറിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. ഒന്ന് സ്വാഭാവികമായിട്ടും മഴയുടെ അളവിൽ കുറവുണ്ടാകും, അതുപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ വർദ്ധിക്കും. അത് നമുക്ക് കൃഷിയും മറ്റ് കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതുപോലെ തന്നെ പല ആളുകൾക്കും കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കും. അങ്ങനെ പല പ്രദേശങ്ങളും ആളുകൾ താമസിക്കാൻ കഴിയാതെ അവർക്ക് നാട് വിട്ടു പോവേണ്ട സാഹചര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകും. The bright future, on the other hand, envisions a stable climate with cleaner energy, healthier lives and equitable growth. ഇനി ബ്രൈറ്റ് ഫ്യൂച്ചറാണ് നമുക്ക് വരിക എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടായിരിക്കും. അതുകൂടാതെ തന്നെ നല്ല ഹെൽത്തിയർ ലൈഫ്സ് ഉണ്ടായിരിക്കും, നല്ല എക്കോണമി ഉണ്ടായിരിക്കും. അതായത് ഈ ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ ടെക്നോളജി ഉണ്ടായിരിക്കും, പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതശൈലിയായിരിക്കും ആളുകൾക്ക് ഉണ്ടാവുക. The difference between these futures depends on whether societies act before tipping points are crossed. അപ്പോൾ ഇതിലേത് ഫ്യൂച്ചറാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ആക്ഷനാണ് സ്വീകരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചുകൊണ്ടാണ് വരുന്നത്. Analyze the challenges scientists face in communicating the urgency of climate tipping points to the general public. What strategies could improve public understanding and engagement? ഇനി ക്ലൈമറ്റ് ടിപ്പിംഗ് പോയിന്റിൻ്റെ ഈ ഒരു സയൻസ് പൊതുജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ സയൻറ്റിസ്റ്റുകൾ നേരിടുന്ന വെല്ലുവിളി എന്താണ്, ആ ഒരു വെല്ലുവിളി മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടി എന്താണ് ചെയ്യാൻ സാധിക്കുക. Scientists face challenges because their research is technical and filled with uncertainty. It makes public engagement difficult. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ നേരിടുന്ന ചലഞ്ച് എന്ന് പറയുന്നത് ഈ സയൻറ്റിഫിക് റിപ്പോർട്ടുകൾ, ഡാറ്റ എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, ടെക്നിക്കലാണ്. അത് ആളുകൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഫീൽ ചെയ്യുന്നത് പോലെ തന്നെ അതുകൂടാതെ അൺസർട്ടനിറ്റി. അപ്പോൾ ഈ ടിപ്പിംഗ് പോയിന്റിനെ കുറിച്ച് ഇത്രയെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നത് ടിപ്പിംഗ് പോയിന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ എത്രമാത്രം ജനങ്ങൾ വിശ്വസിക്കുമെന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പബ്ലിക് എൻഗേജ്മെൻറ്റ് സയൻറ്റിസ്റ്റുകൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തീരുന്നു. Many people find dense scientific reports inaccessible or abstract. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സയൻറ്റിഫിക് റിപ്പോർട്ട്സ് എല്ലാം തന്നെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവുന്നതല്ല. To overcome this, the session emphasized the need for collaboration between scientists and storytellers. അപ്പോൾ ഈ ഒരു ചലഞ്ച് മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റുകളും സ്റ്റോറി ടെല്ലേഴ്സും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ് ഒരു സജഷനായിട്ട് പറയുന്നത്. സ്റ്റോറി ടെല്ലിംഗ്, മീഡിയ ആൻഡ് ആർട്ട് ക്യാൻ ട്രാൻസ്ലേറ്റ് കോംപ്ലക്സ് ഡാറ്റ ഇൻ ടു റിലേറ്റബിൾ ഹ്യൂമൻ എക്സ്പീരിയൻസ്. അപ്പോൾ സയൻറ്റിഫിക് റിപ്പോർട്ടുകൾക്കെല്ലാം പകരം ഈ സ്റ്റോറി ടെല്ലിംഗ്, അതായത് ഈ കല, സാഹിത്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലൂടെ ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറയുന്നു. Public understanding improves when science is connected to everyday life, showing that climate action is both necessary and achievable. അത്തരത്തിൽ ആളുകളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെ അവതരിപ്പിച്ച് കഴിയുകയാണെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പ്രയത്നിക്കുന്നതിനുമെല്ലാം അത് സഹായിക്കും. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം:
Discuss the implications of crossing tipping points in climate systems. What are the potential long-term consequences for ecosystems, human societies, and global climates? Provide insights from the session on how these tipping points are identified and assessed. ഇനി ടിപ്പിംഗ് പോയിന്റ്സ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്ലൈമറ്റിന് എന്താണ് സംഭവിക്കുക, നമ്മുടെ മനുഷ്യ സമൂഹത്തിന്, ലോകത്തിന് എന്തെല്ലാം വിഷയങ്ങളാണ് അത് ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ സെഷനിൽ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കാൻ വേണ്ടി പറയുന്നു. Climate tipping points are thresholds beyond which environmental systems change irreversibly. നമ്മൾ നേരത്തെ ഷോർട്ട് ക്വസ്റ്റ്യനിലും പാരഗ്രാഫ് ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞു പോയിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ്. ടിപ്പിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലൈമറ്റ് സിസ്റ്റംസ് ആണ്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചുകളാണ് ഉണ്ടാവുന്നത്. ക്രോസിംഗ് ദം ലീഡ്സ് ടു കാസ്കേഡിംഗ് എഫക്ട്സ് ദാറ്റ് ആൾട്ടർ അവർ ക്ലൈമറ്റ് സിസ്റ്റംസ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ കാസ്കേഡിംഗ് എഫക്റ്റ് ഉണ്ടായിട്ട് അത് നമ്മുടെ ക്ലൈമറ്റിനെ ബാധിക്കുന്നു. For example, the Greenland ice sheet is a major tipping element. Its melting releases fresh water and disrupts ocean temperature by weakening the Atlantic meridional overturning circulation. നമ്മൾ നേരത്തെ പാരഗ്രാഫിൽ പറഞ്ഞു പോയിട്ടുള്ള അതേ എക്സാമ്പിൾ തന്നെയാണ് പറയുന്നത്. ഒരു ടിപ്പിംഗ് പോയിന്റിൻ്റെ എക്സാമ്പിളായിട്ട് ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റ് അല്ലെങ്കിൽ മഞ്ഞുപാളികളാണ് വരുന്നത്. അത് വീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ട് മഞ്ഞുപാളികൾ ഉരുകുന്ന സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ തണുത്ത വെള്ളം കടലിലേക്ക് പോവുകയും അത് കടലിലെ ഒഴുക്കിനെയും കടലിലെ ടെമ്പറേച്ചറിനെ എല്ലാം ബാധിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നു. വീക്കെൻഡ് AMOC disturbs monsoon systems, leading to irregular rainfall, droughts and loss of rainforests. ഇനി ഈ കടലിലെ ഒഴുക്കും അതുപോലെ കടലിലെ ടെമ്പറേച്ചറും എല്ലാം താളം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്ന മഴയുടെ അളവിൽ കുറവ് വരുത്തുന്നു. അത് വരൾച്ചയിലേക്കും അതുപോലെ തന്നെ വനനശീകരണത്തിലേക്കും എല്ലാം നയിക്കുന്നു. These tipping elements are interconnected. Crossing one tipping point can trigger others and create cascading environmental effects. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടിപ്പിംഗ് പോയിന്റ്സ് എല്ലാം തന്നെ പരസ്പരം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. അതിലേതെങ്കിലും ഒരെണ്ണം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ ഇറിവേഴ്സിബിൾ ചേഞ്ചിലേക്കാണ് നയിക്കുന്നത്. It has serious long-term consequences that push humanity into a dark future. ഇതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ച് പറയാവുന്നത് നമ്മുടെ മനുഷ്യ സമൂഹത്തെ തന്നെ ഒരു ഇരുണ്ട ഭാവിയിലേക്ക് നയിക്കുന്ന കോൺസിക്വൻസസ് ആണ് നമ്മളിതിൽ കാണുന്നത്. Hostile climate leads to biodiversity loss, food and water shortages, and results in mass displacement and economic instability. അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ പറഞ്ഞു. ഈ ബയോഡൈവേഴ്സിറ്റി ലോസ്, ഈ മഴയിൽ കുറവുണ്ടാവുന്നു, വരൾച്ച ഉണ്ടാവുന്നു, അത് നമുക്ക് കൃഷി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഈ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കൃഷി ചെയ്തെടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് ഈ കുടിവെള്ളത്തിൽ കുറവ് സംഭവിക്കുന്നു വരൾച്ചയുടെയും മറ്റൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ പല പ്രദേശങ്ങളും ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ട് അവർക്ക് അവിടുന്ന് കുടിയേറ്റം നടത്തേണ്ടി വരുന്നു, അല്ലെങ്കിൽ നാട് വിടേണ്ടി വരുന്നു. ഇത്തരം രീതിയിലൊക്കെയാണ് ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് പറയുന്നത്. അപ്പോൾ നമ്മളിതൊരു പോയിന്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് ഇതൊക്കെ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് എഴുതിയാൽ മതിയാവും. Scientists identify and assess tipping points using climate models, satellite data and long-term observational studies. ഇനി ഇതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾ പഠിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ സാറ്റലൈറ്റ് ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലൈമറ്റ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഓരോ വർഷം കഴിയുന്തോറും ഈ ക്ലൈമറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ അത്തരം ഡാറ്റ ഒക്കെ വെച്ചുകൊണ്ടാണ് സയൻറ്റിസ്റ്റ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്. Since predicting the thresholds is difficult due to their interconnected nature, scientists call for a precautionary approach. അപ്പോൾ ഇത് പരസ്പരം കണക്റ്റഡ് ആയി കിടക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് ഈ ത്രെഷോൾഡ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിക്കോഷണറി ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് സ്വീകരിക്കേണ്ടത് എന്ന് സയൻറ്റിസ്റ്റുകൾ പറയുന്നു. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Explore the idea of social tipping points presented in the session. How does social perception and action surrounding climate change influence the potential for achieving global climate goals? Discuss the interplay between individual and collective actions in driving necessary changes. ഇനി സോഷ്യൽ ടിപ്പിംഗ് പോയിന്റ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് ഈ സെഷനകത്ത് പറയുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ സൊസൈറ്റൽ പെർസെപ്ഷൻ, നമ്മുടെ സമൂഹം ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളത് ഈ വിഷയത്തിനുള്ള നമ്മുടെ പ്രതികരണത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ഷൻസ്, വ്യക്തികളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുമെല്ലാം ഈ കാര്യത്തിൽ നടത്തുന്ന പ്രവൃത്തികൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്.
Societal perception and public awareness are major factors that determine the potential for achieving climate goals. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ എത്രമാത്രം പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് അവബോധമുണ്ട് എന്നുള്ളത് നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ്. ദിസ് എലാബറേറ്റഡ് ഇൻ ദ സെഷൻ ത്രൂ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ടിപ്പിംഗ് പോയിൻറ്റ്സ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെയാണ് സോഷ്യൽ ടിപ്പിംഗ് പോയിൻ്റ് എന്ന രീതിയിൽ ഈ സെഷനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. A social tipping point occurs when society realizes the urgency of climate change and shifts collective behavior rapidly towards sustainability. അപ്പോൾ സോഷ്യൽ ടിപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് സമൂഹത്തിന് ഒരു അവബോധം ഉണ്ടാവുകയും അത് അവരുടെ ബിഹേവിയറിൽ ആളുകളുടെ ലൈഫ് സ്റ്റൈലെല്ലാം തന്നെ ഇത്തരത്തിൽ മലിനീകരണമൊന്നുമില്ലാത്ത ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു വേ ആളുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതിനെയാണ് ഈ സോഷ്യൽ ടിപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. With a critical awareness, sustainable practices become standard on both individual and collective levels. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവയർനെസ് ഉണ്ടാകുമ്പോഴാണ് ഈ വ്യക്തികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ കഴിയാവുന്നത് എല്ലാ വർഷവും പരിസ്ഥിതി ദിനം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ ചെടികൾ നടുന്നു, അതുപോലെ തന്നെ പരിസ്ഥിതിയെക്കുറിച്ചിട്ട് കുറേ സംസാരിക്കുന്നു. പക്ഷേ പിറ്റേ ദിവസം മുതൽ നമ്മൾ വീണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ യാതൊരു മാറ്റവുമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു വിഷയം, നമ്മൾ ടിപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നോ റിട്ടേൺ പോയിന്റ് ആണ്, തിരിച്ചു പോകാൻ കഴിയാത്തൊരു പോയിന്റാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ സീരിയസ്നെസ്സിൽ നിന്ന് നമുക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത രീതിയിൽ ഒരു അവബോധം നമ്മുടെ പബ്ലിക്കിന് ഉണ്ടാവുന്ന സമയത്താണ് അത് അവരുടെ ബിഹേവിയറിനെ എല്ലാം മാറ്റം വരുത്തുക. ആ ഒരു സിറ്റുവേഷനെയാണ് ഈ സോഷ്യൽ ടിപ്പിംഗ് പോയിന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. This includes the rapid adoption of renewable energy and ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ കൺസെപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് ഒന്ന് പ്രധാനമായിട്ടും ഈ റിന്യൂവബിൾ എനർജി, ഫോസിൽ എനർജി അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ തുടങ്ങിയിട്ടുള്ള അത്തരം കാര്യങ്ങൾക്ക് പകരമായിട്ട് ഈ ഇലക്ട്രോണിക്കിൻ്റെ ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറഞ്ഞ പോലത്തെ കൺസെപ്റ്റ്, അത്തരത്തിൽ ഗ്രീൻ എനർജി, റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ബിഹേവിയറൽ ചേഞ്ചസ്, അതിൻ്റെയൊക്കെ പല എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നത് നമുക്ക് പറയാം. അതുപോലെ തന്നെ മറ്റു രീതിയിൽ മലിനീകരണം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ആളുകൾ ഏർപ്പെടാത്തതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. When individuals adopt sustainable habits, they create a social momentum that pressures institutions and governments to reform policies. അങ്ങനെ വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അത് പിന്നീട് ഈ സ്ഥാപനങ്ങളുടെയും പൊതുവിൽ സമൂഹത്തിൻ്റെയും ഒരു മാറ്റത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരുപക്ഷെ കുറച്ച് വ്യക്തികളായിരിക്കാം ഈ ഒരു രീതിയിൽ മാറ്റത്തിലേക്ക് വരുന്നത്. അത് കൂടുതൽ പേരിലേക്ക് അവയർനെസ് എത്തുന്നതിനും അങ്ങനെ കൂടുതൽ ആളുകൾ സമൂഹത്തിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സ്ഥാപനങ്ങളും അതുപോലെ ഗവൺമെൻറ്റും എല്ലാം അങ്ങനെ ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാകുന്നു. ലൈക്ക്വൈസ് collective actions such as green policies, renewable infrastructure and educational initiatives empower individuals to make meaningful changes. എന്നാൽ ഇതേ സമയത്ത് തന്നെ കളക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന പോളിസീസ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതിനെക്കുറിച്ച് അവയർനെസ് നടത്തുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തികളുടെ ഇടയിലും ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അത്തരത്തിൽ വ്യക്തികളുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷനിൽ നമ്മൾ കാണുന്നത്. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.